വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി. ജയിലിലെത്താൻ പ്രേമകുമാരിക്ക് നിർദ്ദേശം നൽകി. 12 വർഷത്തിന് ശേഷമാണ് പ്രേമകുമാരി മകളെ കാണുന്നത്. 2012 മകളെ പ്രേമകുമാരി അവസാനമായി കണ്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ റോഡ് മാർഗം ഏതനിൽ നിന്ന് സനയിലെത്തിയ പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവേൽ ജെറോം വഴിയാണ് ജയിൽ അധികൃതർക്ക് അപേക്ഷ നൽകിയത്. 2017 ജൂലൈ 25 യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് മരണത്തിനിടയാക്കുകയായിരുന്നു. മരുന്ന് കുത്തിവെക്കുന്നതിന് സഹായിച്ച തദ്ദേശീയായ നഴ്സ് ഹാൻ ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി AP അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ നിമിഷപ്രിയ വിഷയത്തിലും നിലപാട് വ്യക്തമാക്കിയിരുന്നു. അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത് അദ്ദേഹം നിരപരാധിയായതുകൊണ്ടാണെന്ന് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. മുസ്ലിം ആയതുകൊണ്ടല്ല അദ്ദേഹത്തെ രക്ഷിച്ചത്, മറിച്ച് മനുഷ്യന് വേണ്ടിയാണ് രംഗത്തിറങ്ങിയതെന്നും ബോബി പറഞ്ഞിരുന്നു. റഹീം മുസ്ലിം ആയതുകൊണ്ടല്ല രക്ഷിച്ചത്, നാളെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഒന്നിക്കും. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. സത്യസന്ധമായ കാര്യത്തിന് നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പണം നൽകും. അത് മലയാളികളുടെ ഐക്യമാണ്. അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട സംവിധായകൻ ബ്ലസ്സിയുമായി സംസാരിച്ചു. അദ്ദേഹം പോസിറ്റീവായാണ് മറുപടി തന്നത്. യമനിൽ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ നിരപരാധിയാണോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കൊലപാതകികളെ രക്ഷിക്കാനുള്ള സംവിധാനമായി മാറരുത്. അവർ തെറ്റുകാരി അല്ലെങ്കിൽ പരിശ്രമിക്കാവുന്നതാണ്. ഇക്കാര്യം മറ്റ് സംഘടനകളുമായി ചർച്ച ചെയ്യുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. നേരത്തെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിമിഷപ്രിയ കത്തെഴുതിയിരുന്നു. തന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്നാണ് നിമിഷപ്രിയയുടെ അപേക്ഷ. വധശിക്ഷ സനയിലെ ഹൈക്കോടതിയും ശരിവെച്ചതോടെ ശിക്ഷ ഏത് നിമിഷവും നടപ്പിലാക്കിയേക്കുമെന്നാണ് ആശങ്ക. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിലാണ് യമൻ ജയിലിൽ നിന്ന് നിമിഷപ്രിയ കത്തെഴുതിയത്. ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദു മെഹ്ദിയെ കൊലപ്പെടുത്തി വാട്ടർ ടാങ്കിൽ തള്ളിയെന്ന കേസിൽ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. തന്റെ ജീവൻ രക്ഷിക്കാനും ജയിൽ മോചിതയാകാനും എത്രയും വേഗം ഇടപെടൽ നടത്തണമെന്നാണ് നിമിഷപ്രിയ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തിൽ അപേക്ഷിക്കുന്നത്. വധശിക്ഷ സനയിലെ ഹൈക്കോടതിയും ശരിവെച്ചതോടെ മരിച്ച തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാലേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. തലാലിന്റെ കുടുംബവുമായി നേരത്തെ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഇപ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏത് നിമിഷവും വധശിക്ഷ നടപ്പിലാക്കിയേക്കാമെന്ന ആശങ്കയിലാണ് യുവതിയുടെ കത്ത്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർക്കും നിമിഷ ജയിലിൽ നിന്നും കത്തയച്ചിട്ടുണ്ട്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ ഒരു വക്കീലിനെ നിയമിച്ചിരുന്നു. ദിയാധനം നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ പറഞ്ഞിരുന്നു.